കഴുത എന്ന് പറയുന്ന ജീവി ഒരു മണ്ടനാണ് എന്നുള്ള ഒരു മുൻവിധി നമുക്കുണ്ട്. അത് പലപ്പോഴും ഉണ്ടായിരിക്കുന്നതെന്ന് വെച്ചാൽ കഴുതകൾ ഇടിച്ചാലും തള്ളിയാലും ഒന്നും പോവാതിരിക്കുക, അപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുക ഒക്കെ ചെയ്യുന്നതുകൊണ്ടൊക്കെ ആൾക്കാർ ഇട്ട പേരായിരിക്കും. സത്യത്തിൽ അത് ഒരു അതിജീവനത്തിൻ്റെ അതിൻ്റെ പരിണാമപരമായിട്ടുള്ള ഒരു കഴിവാണത്. അത് ആർജിച്ച കഴിവാണ്. നമുക്ക് മറ്റ് ജീവികളെ പോലെ പെട്ടെന്ന് ഓടിപ്പോകാനുള്ള കഴിവില്ല, വേറെ ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കാനുള്ള കഴിവില്ല, ഒന്നുമില്ലാതുകൊണ്ട് തന്നെ ഇവ സാധാരണഗതിയിൽ എന്തെങ്കിലും വെള്ളമോ തീയോ അല്ലെങ്കിൽ തിളങ്ങുന്ന വസ്തുക്കളെയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, അപകടം മണത്ത് കഴിഞ്ഞാൽ അവ ഒറ്റ നിത്തം നിൽക്കുകയാണ് ചെയ്യുക. അതാണ് അവയുടെ അതിജീവനത്തിൻ്റെ ഒരു തന്ത്രം. അത് കണ്ടിട്ട് നമ്മളിത് മടിയനാണെന്നൊക്കെ വിളിക്കും. അതേസമയം അത് അപകടകരമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എത്ര ഭാരവും കൊണ്ടും ഒക്കെ പോകാനുള്ള കഴിവുള്ളവ. കൂടാതെ ഇവ നമ്മൾ കരുതുന്ന പോലെ ഓർമ്മയില്ലാത്തതോ ചിന്താശക്തി ഇല്ലാത്തതോ ഒന്നുമല്ല. നല്ല ഇമോഷണലായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ളതാണ്. അവയെ വളർത്തിയിരുന്ന ആളുകളെ എത്രയോ വർഷങ്ങൾക്ക് ശേഷവും തിരിച്ചറിയാൻ കഴിയുന്നതാണ് കഴുതകൾ. നമ്മൾ പല സിനിമകളിലും നമ്മൾ ഇത് കഴുത ഒരു കഥാപാത്രമായിട്ടൊക്കെ വരുന്ന പല സിനിമകളുമുണ്ട്. കൂടാതെ ഇത് എത്രയോ കാലങ്ങൾക്ക് ശേഷം എന്ന് മാത്രമല്ല, എത്രയോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വഴികൾ പോലും ഓർമ്മിച്ചിരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പഴയ സംഘങ്ങൾ, കച്ചവട സംഘങ്ങളൊക്കെ മരുഭൂമിയിലൊക്കെ വഴിതെറ്റിപ്പോയാൽ അവരുടെ കഴുതിയെ മുന്നിൽ വിടുക ചെയ്യുക. കഴുത കൃത്യമായിട്ട് പണ്ടുപോയ വഴിയിലൂടെ കൃത്യമായിട്ട് അവ നടന്ന് വഴിയെത്തും. കൂടാതെ പലപ്പോഴും ആട്ടിടയന്മാരൊക്കെ കഴുതകൾ ഉപയോഗിക്കുന്നത്, ഈ കഴുതകൾക്കൊരു പ്രത്യേകതയുണ്ട്. ആ ഒറ്റയ്ക്ക് നിൽക്കാൻ ഇഷ്ടമല്ല, ഏതെങ്കിലും ജീവിയായാലും മതി. ബാക്കി എല്ലാ ജീവികൾക്കും അവരുടെ സ്വന്തം ജീവികളുടെ കൂടെ മാത്രമേ ചിലവഴിക്കാൻ ഇഷ്ടമുള്ളൂ. ഇവർക്ക് ഏത് ജീവിയായാലും മതി, അത് മനുഷ്യനായാലും മതി, ആടായാലും മതി. അവയുടെ ഒക്കെ കൂടെ ജീവിക്കാൻ സന്തോഷം കണ്ടെത്തുന്ന ഒരു ജീവിയാണ്. അവയെ എവിടെ നിന്നും കൂട്ടം വിട്ടു പോകുന്നുണ്ടെങ്കിലൊക്കെ അതിനെ കൂടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ പൊതുവെ കഴുതക്ക് കൊടുത്തിരിക്കുന്ന കളറല്ല ഉള്ളത്. കഴുത എന്ന് പറയുന്നത് വളരെ ബുദ്ധിയുള്ളൊരു ജീവി, മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ജീവിയല്ല.